നമ്മുടെ വ്യാപാരികൾക്ക് ഇതിന് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് അതിനെ ഇപ്പോൾ ഒന്ന് ഓവർകം ചെയ്ത് നിൽക്കുന്നത്? അല്ല, വ്യാപാരികൾക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയാവുന്നുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഇന്നലെ മുതൽ സ്വർണ്ണക്കടകൾ മുഴുവൻ പ്രവർത്തനം നിർത്തിവെച്ചു, ടെക്സ്റ്റൈൽ മുഴുവൻ പ്രവർത്തനം നിർത്തിവെച്ചു. പിന്നെ ഇന്നലെ ഒരു വ്യാപാര രംഗത്തൊരു ടോട്ടൽ ബന്ധായിരുന്നു. കാരണം ആളുകളിൽ കാശില്ല, ചായ കുടിച്ചാൽ കാശ് കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചായ കുടിക്കാൻ കയറാതിരുന്നു. മീൻ വാങ്ങിക്കാൻ പോയിട്ടില്ല, പിന്നെ മലക്കറി വാങ്ങിക്കാൻ പോയിട്ടില്ല. ആളുകളിൽ കാശില്ല. അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ ഇങ്ങനൊരു സ്ഥിതിവിശേഷം എല്ലാവരും ഒരേപോലെയായി. ഒരാളിൻ്റെ കയ്യിൽ പോലും രൂപ എടുക്കാനില്ല. എല്ലാവരും കെട്ടുകിടക്ക് ചിലപ്പോൾ കാശുണ്ട്, പക്ഷെ ഒരാളിൻ്റെ പോലും ഇത് എടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം, ഒരു സ്ട്രക്ക് പെട്ടതുണ്ടായി. പിന്നെ ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഫ്രീ ഫ്ലോ ഓഫ് മണി ഉണ്ടെങ്കിലേ വ്യാപാരം നടക്കുകയുള്ളൂ. ആ ഫ്രീ ഫ്ലോ പോയി, അത് നിന്നു. പക്ഷെ വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു, അതിന് ഉണ്ടാകുന്നു. പക്ഷേ ഞങ്ങളിത് നേരത്തെ ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത് കൊണ്ടൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചില സിംറ്റംസ് നേരത്തെ ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം എന്തോ ചില റിഫോർമേഷൻ വരുന്നതെന്നറിയാം. ഇപ്പോൾ സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മേൽ സ്വർണ്ണം വാങ്ങിച്ചാൽ പാൻ കാർഡ് സ്വർണ്ണത്തിന് 5 ഈ ബാക്കി സാധനങ്ങൾ ഇപ്പം നമ്മൾ എന്ത് പർച്ചേസ് നടത്തിയാലും 2 ലക്ഷം രൂപയ്ക്ക് മേൽ പർച്ചേസ് നടത്തപ്പോഴത്തേക്ക് പാൻ കാർഡ് കൊടുക്കണം. അത് സ്വർണ്ണമാണെങ്കിൽ അത് 5 ലക്ഷം രൂപ വരെ അതിനടുത്ത് കൊടുത്തു. അത് തന്നെ ഒരു ചെറിയ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണം ആ മേഖലയിൽ ഇവർ നേരത്തെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ GST വരാൻ പോകുന്നു. അപ്പോൾ GST തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം GST ഒറ്റ സംശയം, GST വന്നതിന് ശേഷം മതിയായിരുന്നു ഇത്? അല്ല, ഞാൻ അതിലേക്ക് വരുന്നു. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇപ്പോൾ GST വരുന്നു. GST തന്നെ അവരുദ്ദേശിക്കുന്നത് പറയുന്നത്, പിന്നെ GSTക്ക് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ, ഇപ്പോൾ ഇൻകം ടാക്സ് പാൻ കാർഡിൻ്റെ നമ്പർ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിൻ്റെ ആ പൂർണ്ണമായ നമ്പർ പ്ലസ് ഏത് സംസ്ഥാനത്താണോ ഉള്ളത് ആ സംസ്ഥാനത്തിൻ്റെ 2 അക്കം കൂടെ കൊടുക്കപ്പോൾ ഇത് വരപ്പോൾ തന്നെ ഏകദേശം ഇത് വരികയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ജാനുവരി മുതൽ മുഴുവൻ ബില്ലിങ് ഓൺലൈനാക്കുകയാണ്. ഇപ്പോൾ ഈ വ്യാപാര രംഗത്തുള്ള മുഴുവൻ ബില്ലിങ്ങുകളും ഓൺലൈനാണ്. ഓൺലൈനിൽ ആർക്ക് എവിടെ ഇരുന്ന് ബില്ലടിച്ചാലും ആളുകൾക്ക് മുഴുവൻ ഇത് കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് വരികയാണ്. അപ്പം ഈ ഒരു പരിഷ്കാരം പെട്ടെന്ന് വന്നു. പക്ഷേ ഒരുപാട് ഉദ്ദേശങ്ങൾ കാണും. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, ഞാൻ അതിനകത്തൊരു പൊളിറ്റിക്സ് കാണുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോ പെട്ടെന്ന് കൊണ്ടുവന്നു. പക്ഷേ അത് ഈ ഒരു ആളുകൾക്ക് ഇത്രയും വലിയ അസൗകര്യം ഉണ്ടാകാതെ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ പരിഷ്കാരത്തെ ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ അത് ഇത്രയും പെട്ടെന്നൊരു ഒരു പാരാലിസ് അവസ്ഥ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നിൽക്കുന്ന അതാണ്. അർദ്ധരാത്രി നടത്തുന്ന യുദ്ധപ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ കറൻസി പിൻവലിച്ചത്. രാജ്യത്തെ ജനങ്ങൾക്ക് മൂല്യം കുറഞ്ഞ 100-ൻ്റെയും 50-ൻ്റെയും കറൻസികൾ നേരത്തെ തന്നെ ഇറക്കിയിട്ട് ഈ മൂല്യം കൂടിയ കറൻസി പിൻവലിച്ചിരുന്നുവെങ്കിൽ സാധാരണ ജനത ബുദ്ധിമുട്ടില്ല. വൻപൻ സ്രാവുകളെല്ലാം രക്ഷപ്പെടുന്നു. വിജയ് മല്യയെ പോലുള്ള ആളുകൾക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്ന അതേ സർക്കാർ തന്നെ ഇവിടുത്തെ പാവപ്പെട്ടവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ശിവശങ്കർ, ഇതിനകത്ത് രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ നോക്കുന്നില്ല. എങ്കിലും ഒരു പെട്ടെന്നൊരു നിലപാടെടുത്ത് മാത്രമേ ഇത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സർക്കാരിന് ഇത് അറിയാമായിരുന്നല്ലോ. സർക്കാർ അതിനുള്ള മറ്റു പരിപാടികൾ നൽകേണ്ടതായിരുന്നില്ലേ? ഒന്ന്, ഈ ഗംഗാധര മാഷടക്കം പറഞ്ഞിരുന്നു, ഇതൊരു മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ തൊട്ടിട്ടുള്ളൂ. എല്ലാവരും അംഗീകരിക്കുന്നു ഈ മോഡി സർക്കാർ മുന്നോട്ട് വെച്ച ഈ സാമ്പത്തിക പരിഷ്കാരം, അല്ലെങ്കിൽ ഇറ്റ്സ് എ വാർ, ഫിനാൻഷ്യൽ വാർ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക്, ഇതിൽ പങ്കെടുത്ത എല്ലാവരും യോജിക്കുന്നു. ഇതിൻ്റെ നടപടിക്രമങ്ങളോട് മാത്രമേ ചിലവർക്ക് ഒരല്പം എതിരഭിപ്രായമുള്ളൂ. ഏറ്റവും അവസാനം പറഞ്ഞ എൻ്റെ വ്യാപാരി സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞത് ഇത് പെട്ടെന്ന് ഈ പ്രഖ്യാപിച്ചു, അത് കാരണം മല്ലയടക്കമുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ സർക്കാരിന് നേരെ വരുന്നത്. നേരെ മറിച്ച് ഇത് നേരത്തെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വളരെ കാലങ്ങൾ കൊണ്ട് എടുത്തിരുന്നുവെങ്കിൽ ഇതേ സുഹൃത്തുക്കൾ പറഞ്ഞതിനെ എല്ലാ കള്ളപ്പണക്കാർക്കും ഇത് വെളുപ്പിക്കാനുള്ള ഒരു സഹായകമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ലക്ഷ്യങ്ങളോട് യോജിക്കുന്നു, പക്ഷേ അതിന് സ്വീകരിച്ച നടപടിക്രമങ്ങളോട് ശക്തമായി വിയോജിക്കുന്നു. പെട്ടെന്ന് നടപ്പിലാക്കി എന്നുള്ള, ഇരുട്ടിലാക്കിക്കൊണ്ട് നടപ്പിലാക്കി എന്നുള്ളതിന് 100% ഞാൻ യോജിക്കുന്നു. കാരണം ഇത്തരം ഒരു മെഷർ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയേ പറ്റൂ. അല്ലായിരുന്നെങ്കിൽ ചെറിയ സ്രാവുകളും വലിയ സ്രാവുകളും എല്ലാവരും രക്ഷപ്പെട്ടു പോകുമായിരുന്നു.